കാരണം ഞാൻ വേണ്ട എന്ന് വെച്ച കാര്യമാണ്. പക്ഷെ എന്നെ പ്രൊവോക്ക് ചെയ്ത് ചെയ്യിപ്പിച്ച് അടങ്ങുന്നതാണ് ഞാൻ അത് ചെയ്യും എന്നുള്ളത് ഞാൻ കമന്റ് ഇട്ടു. ഇത് കഴിഞ്ഞില്ലേ? ജപ്രി കോമ്പകൾ ബിഗ് ബോസ് സമയത്ത് ആഹ്ലാദിച്ച ആഹ്ലാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് അറിവില്ല പാവിയാണെന്ന് കരുതി ഓർക്കണം. എന്റെ മനസ്സിന്റെ കൺട്രോള് കൈവിട്ടിട്ടാ. ബിഗ് ബോസിൽ നിന്ന് ജാസ്മിന് കിട്ടിയ ജാസ്മിന്റെ ഉറ്റ സുഹൃത്ത് ഗബ്രി, ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. രണ്ടുപേരും വേർപിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത സംഗതിയൊക്കെ കുഴപ്പമായി. ഇവിടെ ഇപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം അൺഫോളോ ചെയ്ത് അത് ഞാൻ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ബാക്കി കാര്യം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകള്ളെ. ആ ഹോട്ടലിൽ പോകുന്നു, ഈ ഹോട്ടലിൽ പോകുന്നു, അവിടെ മുറിയെടുക്കുന്നു, മൂന്നാർ റൂം എടുക്കുന്നു, തെക്കടി പോണു, റഷ്യയിൽ റൂം എടുക്കുന്നു. എന്തുവാടേ ഇത്? പക്ഷെ ഇതൊക്കെ ഈ ഷൂട്ട് ചെയ്തിട്ട് നാട്ടുകാരെ കാണിച്ചോണ്ട് നടന്നില്ലേ? അത് വേണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? ജാസ്മിനാണ് ഗബ്രി അൺഫോളോ ചെയ്തത്. ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ ബേബി ഫുഡ് സംസ്കാരം. ഗബ്രിക്കുട്ടൻ അവന്റെ ചാനലിലുണ്ടായിരുന്ന വീഡിയോ ഒക്കെ എന്തിനാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? അതാ എനിക്ക് മനസ്സിലാവാത്തെ. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികൾ കൊണ്ട് നടക്കരുത്. ഇപ്പൊ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു. മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഈ പ്രശ്നം. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ആത്മസുഹൃത്ത നിലയിൽ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ. വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമന്റ് കൊടുക്കാം. ജപ്പറിയും തെജല്ലോ അടുത്തത് ആരാ വെയിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാമിന ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൊറേ എണ്ണുണ്ട്, ഒരു വിവരവും ഇല്ല. അതിന് താഴെ ജാസ്മിന് റിപ്ലൈ കൊടുത്തു, നിന്റെ തന്ത. രണ്ടുപേരുടെയും ചപ്രി ഫാൻസുകൾക്ക് നല്ല രീതിയിൽ സങ്കടമായിട്ടുണ്ട്. കുറെ എനിക്ക് ഈ പ്രശ്നം എനിക്ക് സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ കപ്രിമോൻ എന്തോ പറ്റിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയപ്പോ ഈ ഒരൊറ്റ ഫോട്ടോ പോലും ഇല്ല ജാസ്മിനുമായിട്ടുള്ള. ഇത്രയും കാലം ഞാൻ സഹിച്ചതാ, ക്ഷമിച്ചതാ. പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടല്ലോ, അതുവരെ അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞടേ. തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട കാര്യം എന്താണ്? ജാസ്മിൻ മോളുടെ അല്ലേ മിസ്റ്റേക്ക്? കപ്രിമോന്റെ ആണോ? നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. അതെനിക്ക് നേരത്തെ അറിയാവുന്ന. അറിയാൻ പാടില്ല. നീ ജാസ്മിൻ വേറെ കുറെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കറങ്ങുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ പോസീവ്നെസ് അടിച്ച് കലിപ്പായി അൺഫോളോ ചെയ്ത് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണോ? നീ അവളോട് എന്ത് തെമ്മാടിത്തരാ കാണിച്ചേ? അവളെന്താ കരഞ്ഞോണ്ട് പോന്നെ? ഇരുവർക്കും സർവനാശം ഭവന്തു.